ഇസ്ലാം മതമെന്നാൽ സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവായ, അതിനെല്ലാം നിയന്ത്രിക്കുന്ന, അതിൻ്റെ എല്ലാം ഉടമസ്ഥനായ അള്ളാഹുവിന് സ്വന്തത്തെ സമർപ്പിക്കലാണ്. അവൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങലുമാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രവാചകന്മാർ വന്ന് പ്രബോധനം ചെയ്ത മഹത്തായ ആദർശമാണ് ഇസ്ലാം മതം. ഈ പരിശുദ്ധ ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ 6 എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. 6 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതും അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബില്ലാഹ് എന്നാണ് അറബിയിൽ അതിന് പറയുക. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അള്ളാഹുവാണ് സർവ്വതിൻ്റെയും സൃഷ്ടാവ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ ആ സൃഷ്ടാവിനെ, ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആ റബ്ബിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, അത്യുന്നതമായ ഗുണവിശേഷണങ്ങളുമുണ്ട്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണവർ. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുക എന്നത് മാത്രമാണ് അവരുടെ ദൗത്യം. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ എന്നിങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് റബ്ബിൻ്റെ കാരുണ്യമാണ്. മനുഷ്യർ ഇരുട്ടിൽ തപ്പാതിരിക്കാൻ, അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നു പഠിപ്പിക്കാൻ അതിൽ മാർഗദർശനമുണ്ട്, അതിൽ രോഗശമനമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട്. അള്ളാഹു ഈ സമുദായത്തിന് നമുക്ക് അവതരിപ്പിച്ച് നൽകിയത് പരിശുദ്ധ ഖുർആനാണ്. നാലാമത്തേത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ വരാതെ, താക്കീതുകൾ നൽകപ്പെടാതെ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യമാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരായ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ പച്ചയായ ജീവിതം സമൂഹങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ആ പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയവർ, അവരനുസരിച്ചവർ പരലോകത്ത് രക്ഷപ്പെട്ടു. അവരോട് എതിരിട്ട് നിന്നവർ നശിച്ചതു തന്നെ, അവർ നരകത്തിലായത് തന്നെ. നമ്മിലേക്ക് അള്ളാഹു അയച്ചത് മക്കയിൽ ജനിച്ച, മദീനയിൽ മരണപ്പെട്ട, വഫാത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനാണ് അവിടുന്ന്. എല്ലാ അമ്പിയാക്കളിലും നമ്മൾ വിശ്വസിക്കണം. അവർ മനുഷ്യരാണ്, അവർ അടിമകളാണ്. അള്ളാഹുവിൻ്റെ ദിവ്യബോധനം ലഭിക്കുന്ന മനുഷ്യരാണവർ. അവർ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നിയോഗിച്ച അവൻ്റെ പ്രവാചകരാണ്. അതുകൊണ്ട് ആ പ്രവാചകന്മാരെ ആരാധിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ഉയർത്താൻ പാടില്ല. 3-1 എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മകനാണ്, സന്താനമാണ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹു തന്നെയാണ് എന്ന് പറയാൻ പാടില്ല. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പല ആളുകളും വിശ്വസിക്കുന്നത് യഥാർത്ഥ വിശ്വാസമല്ല. അദ്ദേഹം പഠിപ്പിച്ചതിനെതിരാണത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ്. 5ാമത്തെ അടിസ്ഥാനം അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അഥവാ ഈ ജീവിതം കഴിഞ്ഞാൽ ഇനിയൊരു ജീവിതം വരാനുണ്ട്. ഈ ശരീരവും ഈ ആത്മാവും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും മരണാനന്തരം. അള്ളാഹുവിൻ്റെ മുന്നിൽ ഓരോരുത്തരും വന്നു നിൽക്കണം. ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, ഒന്നും കൈകളിലില്ലാതെ. അവിടെ ചോദ്യങ്ങളുണ്ട്, വിചാരണയുണ്ട്, പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകലുണ്ട്, സ്വർഗവും നരകവുമുണ്ട്. അന്ത്യനാളിൽ നമ്മൾ വിശ്വസിക്കണം. 6ാമത്തേത് അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളിലുള്ള വിശ്വാസമാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനനുസൃതമായിക്കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം. ഈ 6 അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം നമ്മൾ ഓരോരുത്തരും. ഇസ്ലാം എന്ന ഈ പവിത്രമായ ആദർശം ഏത് ശുദ്ധ പ്രകൃതിക്കും അനുയോജ്യമായ ആദർശമാണ്. ഏത് നേരായ ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. ഏത് കാലഘട്ടത്തിനും ഏത് സന്ദർഭങ്ങൾക്കും അനുയോജ്യമാണ്
പരിശുദ്ധ ഇസ്ലാം. ഈ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഇസ്ലാം മതമല്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മഹത്തായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഒരു മനുഷ്യന്. ഈ വാചകം ഉരുവിട്ടുകൊണ്ട് പിന്നീട് ദീനിൻ്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും അതിലായി അങ്ങനെ ജീവിച്ചു മരിക്കുകയും ചെയ്താൽ പരലോകം രക്ഷപ്പെടും. അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരും വന്നു പറഞ്ഞ ഈ മഹത്തായ ആദർശം, അതാണ് നമ്മുടെ രക്ഷ, അതാണ് നമുക്ക് രക്ഷ, അതാണ് സ്വർഗത്തിലേക്ക് നമ്മെ ആനയിച്ച് കൊണ്ടുപോവുക. അള്ളാഹു തആല ഈ ആദർശത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ.